ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദീപാവലി സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. ദീപാവലിക്ക് ആഘോഷങ്ങൾക്കും സ്വീറ്റ്സിനും ഒക്കെ നല്ല പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ ദീപാവലിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പി ഇന്ന് നോക്കാം. ഈ മാലഡു ഞാൻ ഫസ്റ്റ് കഴിക്കുന്ന 5ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന്. പക്ഷെ അതിൽ ചേർത്തിട്ടുള്ള ചേരുവകൾ എന്താണെന്ന് മനസ്സിലായില്ല അന്ന്. നമ്മുടെ പൊട്ടുകടല കൊണ്ടാണ് ഈ മാലഡു ഉണ്ടാക്കി എടുക്കുന്നത്. നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ഓൺ ദി ബെൽ ഐക്കൺ ഫോർ ദി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: പൊട്ടുകടല 1 കപ്പ്, പഞ്ചസാര 1/4 കപ്പ്, നെയ്യ് 6 ടേബിൾ സ്പൂൺ, ഏലക്ക 5 എണ്ണം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ട് പൊടിച്ചിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക. അപ്പത്തിൻ്റെ അരിപ്പിൽ വേണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നൈസായിട്ടുള്ള പൊടിയായിരിക്കണം. ഇപ്പം ഞാനിത് പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് പഞ്ചസാര എടുക്കണം. ഇത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 5 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ അപ്പത്തിൻ്റെ അരിപ്പിൽ കൂടെ തന്നെ അരിച്ചെടുക്കാം. ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന പൊട്ടുകടല പൊടി ചെറുതീയിൽ 1 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരും. തീ കുറച്ചേ ഇടാവൂ. ഈ പൊടിയുടെ നിറം മാറിപ്പോകാനും പാടില്ല. നല്ല മണം വന്നു തുടങ്ങുകയും ചെയ്യും. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി പൊടിച്ച പഞ്ചസാരയും ഏലക്കയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അരിച്ചെടുത്തതാണ്, ഇല്ലെങ്കിൽ നമ്മുടെ ഏലക്കയുടെ തോലും കുരുവൊക്കെ ചെറുതായിട്ട് അതിൽ കിടക്കും. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ പഞ്ചസാരയും പൊട്ടുകടല പൊടിയും നല്ലപോലെ മിക്സായിട്ട് വരണം. ഇല്ലെങ്കിൽ ലഡു ഉണ്ടാക്കി എടുക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ പഞ്ചസാര കൂടുതലും കുറവും ഒക്കെ തോന്നും. ഇപ്പം ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 6 ടേബിൾ സ്പൂൺ നെയ്യ് ഒരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചൂടോട് തന്നെയാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു തവി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഇനി കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാവുമ്പോൾ നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. കയ്യിൽ വെള്ളമൊന്നും പാടില്ല. ഇനി കൈകൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാ ലഡുവും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ മാലഡു റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ഹെൽത്തിയുമാണ്. കാരണം നമ്മളിതിൽ കളറൊന്നും ചേർക്കുന്നില്ല. അപ്പം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റിയ ഒരു ലഡു ആണ്. അപ്പോൾ ഈ ദീപാവലിക്ക് പുറത്തുനിന്ന് സ്വീറ്റ്സ് വാങ്ങാതെ മാലഡു ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.